ഹായ് ഫ്രണ്ട്സ്, ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലെ ഹാങ്ങിങ് ആയിട്ട് ഉള്ള ചെടികളൊക്കെ ഇല്ലേ, അതെല്ലാം മഴയും വെയിലും ഒക്കെ മാറി മാറി വന്ന് ചെടികളൊക്കെ വളരെയധികം മോശമായിപ്പോയി. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചട്ടിയിലുണ്ടായിരുന്ന ചെടിയൊക്കെ മാറ്റി പുതിയതായിട്ട് വെച്ച ചെടികളാണ്. ഇപ്പോൾ ഇത് ഇന്ന് നട്ട ചെടികളാണ് എല്ലാം. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് പുതിയ ചെടികളാക്കി മാറ്റി. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടാണ് വീണ്ടും ഇങ്ങനെ പോകുമ്പോഴൊക്കെ നാശമായി പോകുമ്പോൾ വീണ്ടും ആ ചെടികൾ കൊണ്ടുവന്ന് നട്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ചട്ടിയിലേക്ക് ഒരു പുതിയ ചെടി, ഈ ചെടി കണ്ടോ, ഇത് നല്ല ഭംഗിയായിരുന്നു വെച്ചപ്പോൾ, പക്ഷെ ഇപ്പോൾ അത് ഭംഗിയില്ലാതെ പോയി. അപ്പോൾ ഞാനതെടുത്തിട്ട് അതിലേക്ക് വേറൊരു ചെടിച്ചട്ടിയിൽ വേറൊരു പുതിയ ചെടി നട്ടു. അതിനുശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ ചെടി നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പം ഞാനതിന് വേണ്ടിയായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ചട്ടികളിലൊക്കെ പുതിയ ചെടികൾ വളർത്തും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ റീപോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹാങ്ങിങ് ആയിട്ടുള്ള ചട്ടികളിലേക്ക് അതിലെ ചെടി മാറ്റിയ ശേഷം പുതിയതായിട്ടുള്ള ചെടികൾ വെച്ച് കൊടുത്തു. അതിനെല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെടി നന്നായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ട് ദിവസം നനച്ച് കൊടുക്കണം. മഴയുണ്ടെങ്കിലും ഇവിടെ മുകളിൽ റൂഫൊക്കെ ഉള്ളതുകൊണ്ട് ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടി വരും. ഓസ് വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. പക്ഷേ ഈ ചെടി പിടിക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കടയിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. അതിനുശേഷം നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ കൂടി ഉണ്ട്. അതിനായിട്ട് കക്ക വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നാളികേരം ചെറിയ കൊത്തുകളാക്കിയത്, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ സവാളയും കറിവേപ്പിലയും വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചെറിയൊരു സ്പൂൺ വീതമാണ് ഇടുന്നത്. കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഗരം മസാലപ്പൊടി 1 സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നീട് കക്ക വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് സ്റ്റവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരിച്ചെടുത്ത നമ്മൾ വഴറ്റിയെടുത്ത അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ കക്ക ഒന്ന് പൊട്ടി വരും, അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ വളരെ കക്ക റോസ്റ്റ് റെഡി. പിന്നെ നമുക്ക് ഊണിന് ഒരു ഫിഷ് കറിയും റൈസും ഉണ്ടാക്കുന്നുണ്ട്. ഫിഷ് കറിയുടെ വീഡിയോ ആണ്. ഫിഷ് വറുത്താണ് കറി വയ്ക്കുന്നത്. അതിനായിട്ട് നാളികേരം പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഫിഷ് കറി വയ്ക്കുന്നത് പോലെ പച്ചമുളക്, ഇഞ്ചി, സവാള എല്ലാം വഴറ്റിയ ശേഷം അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിലേക്ക് പുളിക്ക് വേണ്ടി വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ നല്ല ഒരു കറിയാണ്. വറ്റക്കറിയാണ് വറ്റയാണ് കറി വെച്ചിട്ടുള്ളത്. ഇതാണ് റൈസ്. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.